أشهد أن محمد رسول الله أشهد أن محمد رسول الله സഹോദരങ്ങളെ, എട്ടാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരീ സഹോദരന്മാർ ഒന്നിച്ച് തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ളുഹർ അസർ നമസ്കാരങ്ങൾ ജമ്മും കസറുമായി ഈ പ്രധാന പന്തലിൽ നിർവഹിക്കപ്പെടുകയാണ്. ഈ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഡോക്ടർ ഹുസൈൻ മടവൂരാണ്. സ്വഫുകൾ ശരിപ്പെടുത്തി വളവുകളും വിടവുകളുമില്ലാതെ പരമാവധി അടുത്തടുത്ത് നിന്ന് നമസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്കു വേണ്ടി സഹകരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. സഹോദരിമാരുടെ ഭാഗത്തും സ്വഫുകൾ വളവില്ലാതെ അടുത്തടുത്ത് നിൽക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഒന്നുയർത്ത് വന്നുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ പന്തലിന്റെ പിൻവശത്ത് സ്വഫ് നിൽക്കുവാൻ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. മെയിൻ പന്തലിന്റെ പിറകുവശത്ത് ധാരാളം സ്ഥലമുണ്ട്. പുരുഷന്മാർ വധുവെടുത്തു വരുന്ന ആളുകൾ മെയിൻ പന്തലിന്റെ പിറകുവശത്ത് കിഴക്കു ഭാഗത്തേക്ക് വരേണ്ടതാണ്. നമസ്കാര ശേഷം വനിതാ സമ്മേളനമാണ് നടക്കുക. നിർദ്ദേശം ലഭിച്ചതിനു ശേഷമല്ലാതെ വനിതകൾ മെയിൻ പന്തലിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. സമ്മേളനം കഴിഞ്ഞാലുടൻ പുരുഷ പ്രതിനിധികൾ മെയിൻ പന്തലിൽ നിന്ന് പടിഞ്ഞാറു ഭാഗത്തേക്ക് മാറേണ്ടതാണ്. ഇരുമ്പിന്റെ തൂണുള്ള മെയിൻ പന്തൽ വനിതാ സമ്മേളനത്തിന് വേണ്ടിയാണ് ക്രമീകരിക്കുന്നത്. പടിഞ്ഞാറു ഭാഗത്ത് ഇരുമ്പിന്റെ തൂണുള്ളതിന് പടിഞ്ഞാറു ഭാഗത്തേക്കാണ് പുരുഷന്മാർക്ക് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്. നമസ്കാരം കഴിഞ്ഞാലുടൻ പുരുഷന്മാർ പടിഞ്ഞാറു ഭാഗത്തേക്ക് മാറുകയോ
ഭക്ഷണ കൗണ്ടറിന്റെ ഭാഗത്തുള്ള വിവിധ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് പങ്കെടുക്കുകയോ ചെയ്യണമെന്ന് അറിയിക്കുന്നു. ശ്രദ്ധിക്കുക. നമസ്കാരം നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സ്വഫുകൾ ശരിപ്പെടുത്തി നമസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ക്രമീകരണങ്ങൾ നന്നാക്കിയെടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇനിയും പൊതുവെടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ പന്തലിന്റെ കിഴക്കു ഭാഗത്തേക്ക് നീങ്ങണം. പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് സ്വഫുകളിലേക്ക് കയറാൻ സാധ്യമല്ല. കിഴക്കു ഭാഗത്തേക്ക് നീങ്ങി അവിടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. സഹോദരിമാരും അവരുടെ സ്വഫുകൾ വളവില്ലാതെ വിടവുകളില്ലാതെ നിൽക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ചിൽഡ്രൻസ് പാർക്കിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിന് ശേഷം രക്ഷിതാക്കൾ കുട്ടികളെ സ്വീകരിക്കാൻ ചിൽഡ്രൻ പാർക്കിൽ എത്തിച്ചേരാവുന്നതാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഫുകൾ നേരെയാക്കി നിൽക്കുക. വളവും തിരിവും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ പന്തലിന്റെ നടുവിൽ ഇമാമിന്റെ പുറകിൽ നിന്ന് രണ്ട് വശത്തേക്കും ക്രമീകരിച്ച് കൊണ്ടുപോയാൽ മതി. നമസ്കാരം ജമ്മും കസറുമായിട്ടാണ് നമസ്കരിക്കുക. ആദ്യം ളുഹർ നമസ്കരിച്ച് 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടി പിന്നീട് 2 റക്അത്ത് അസർ നമസ്കരിക്കും. ഈ പ്രദേശത്തുള്ള ആളുകൾ ളുഹർ നമസ്കരിച്ച് കഴിഞ്ഞാൽ സലാം വീട്ടിയാൽ അവിടെ തന്നെ ഇരിക്കുകയോ അവിടെ നിന്ന് സുന്നത്ത് നമസ്കരിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇടയ്ക്ക് നടക്കുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്യേണ്ടതില്ല. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. സമയ അല്ലാഹു ലിമൻ ഹമിദ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹ്.
അല്ലാഹു അക്ബർ. സമഅ അല്ലാഹു ലിമൻ ഹമിദ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുമ്പിലെ ഓഡിറ്റോറിയത്തിൽ ഉള്ള ശബ്ദം കുറയ്ക്കണം. ഇവിടെ നമസ്കാരത്തിന് പ്രയാസമുണ്ടാകും. വളണ്ടിയർമാർ അതൊന്ന് അറിയിക്കാൻ വയ്ക്കുന്നു. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. സമഅ അല്ലാഹു ലിമൻ ഹമിദ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹ്. അല്ലാഹു അക്ബർ.
سمع الله لمن حمده الله أكبر الله أكبر الله أكبر الله أكبر السلام عليكم ورحمة الله السلام عليكم ورحمة الله السلام عليكم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സമ്മേളന സംബന്ധമായ നിർദ്ദേശങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ ദീനിൻ്റെ ഒരു അമലാണ്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന ഈ ഇസ്ലാം ദീനിനെ പരിചയപ്പെടുത്തുവാനും ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും ആളുകൾക്ക് അവസരം നൽകുന്ന വലിയൊരു പ്രവർത്തനമാണിത്. ഇത് നല്ല നിലയിൽ ആയിത്തീരാൻ നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ ദുആയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഏറ്റവും നല്ല നിലയിൽ വിജയകരമായി പൂർത്തിയാക്കി തരുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇനി അങ്ങോട്ട് നമസ്കാര ശേഷവും മറ്റെല്ലാ സന്ദർഭത്തിലും ഇതിൻ്റെ നല്ല വിജയത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്നറിയിക്കുന്നു. ഇവിടെ നമ്മളൊക്കെ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യണം. നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ, മറ്റുള്ളവർക്ക് ഭക്ഷണം കിട്ടാൻ, മറ്റുള്ളവർക്ക് തണൽ നൽകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ ഇത് നല്ല നിലയിലായിത്തീരും. നമുക്ക് ഇന്നത് ഉണ്ടായില്ല, ഇന്നത് ലഭിച്ചില്ല എന്ന് പരാതിയില്ലാത്ത വിധം നമ്മൾ ഓരോരുത്തരും സ്വയം സന്നദ്ധരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വനിതകൾ നിർദ്ദേശം ലഭിച്ചതിനു ശേഷം മാത്രമേ പന്തലിന്റെ മെയിൻ ഭാഗത്തേക്ക് പ്രവേശിക്കാവൂ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രണ്ട് കുട്ടികൾ സ്റ്റേജിന് സമീപത്തുണ്ട്. രക്ഷിതാക്കൾ സാവകാശം സ്റ്റേജിലേക്ക് എത്തിയാൽ മതി. പുരുഷന്മാർ മെയിൻ പന്തലിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറേണ്ടതാണ്. തിരക്കില്ലാതെ അച്ചടക്കത്തോടെ സാവകാശം മുന്നോട്ട് നീങ്ങിയാൽ മതി. വനിതാ സമ്മേളനത്തിനു വേണ്ടി നമ്മുടെ പന്തൽ ക്രമീകരിക്കുമ്പോൾ വിശാലമായ ഈ പന്തലിലേക്ക് വനിതാ പ്രതിനിധികൾ എത്തിച്ചേരുന്നതാണ്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പന്തലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മക്കൾ കൈവിട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആയിരക്കണക്കിന് വനിതാ പ്രതിനിധികൾ സമ്മേളനത്തിന് എത്തിയിട്ടുണ്ട്.
പന്തൽ പരസ്പരം മാറുന്ന സമയത്ത് നമ്മുടെ മക്കളെ കൈവിട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ മക്കളുടെ കയ്യിലുള്ള ബാഡ്ജിന് പിറകിൽ മൊബൈൽ നമ്പർ എഴുതി വെച്ചാൽ വളണ്ടിയേഴ്സിന് നിങ്ങളെ അറിയിക്കാൻ കൂടുതൽ സൗകര്യമായിരിക്കും. സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലഗേജ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കുക. പുരുഷന്മാർ വനിതാ സമ്മേളനത്തിനു വേണ്ടി വേദിയിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമ്പോൾ ലഗേജുമായാണ് പോകേണ്ടത്. നിങ്ങൾ ഇരുന്നിരുന്ന സ്ഥലത്ത് ലഗേജ് വെച്ചതിന് ശേഷം പോയാൽ തിരിച്ചു വരുമ്പോൾ ആ ലഗേജ് അവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. സ്റ്റേജിന്റെ സമീപത്ത് ബാരിക്കേഡ് കെട്ടിയിട്ടുള്ള ഭാഗത്തിലൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാൻ സൗകര്യമില്ല. ബാരിക്കേഡ് ബ്ലോക്കാണ്. വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. മെയിൻ പന്തലിൽ നിന്ന് പുരുഷന്മാർക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ വളണ്ടിയേഴ്സ് ക്രമീകരിക്കേണ്ടതാണ്. വനിതാ പ്രതിനിധികൾ, മുൻഭാഗത്തുള്ള വനിതാ പ്രതിനിധികൾ അവിടെ ഇരിക്കുകയും പിറകിലുള്ള ആളുകൾക്ക് വരാൻ സൗകര്യപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. വനിതാ പ്രതിനിധികൾ മെയിൻ പന്തലിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ലഗേജ് കയ്യിൽ ഉണ്ടായിരിക്കണം. വനിതാ പ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ടത് ചെയറുകളിൽ വൃദ്ധകളും ശാരീരിക വിഷമതകളുമുള്ള ആളുകൾക്കുമാണ് നമ്മൾ റിസർവ് ചെയ്തിട്ടുള്ളത്. വളണ്ടിയേഴ്സ് മറ വനിതാ സമ്മേളനത്തിന് വേണ്ടി സൗകര്യപ്പെടുത്തുന്ന സമയത്ത് ഒരു കാരണവശാലും വനിതാ പ്രതിനിധികൾ പന്തലിലേക്ക് വരാൻ പാടുള്ളതല്ല. മറ മാറ്റുന്ന സമയത്തു തന്നെ വനിതാ പ്രതിനിധികൾ പന്തലിലേക്ക് വരാൻ പാടുള്ളതല്ല. നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്കാണ് നിങ്ങൾ പന്തലിലേക്ക് വരേണ്ടത്. വനിതാ പ്രതിനിധികളുടെ സമീപത്ത് ഇപ്പോൾ കെട്ടിയിട്ടുള്ള മറയ്ക്ക് വെള്ളം കുടിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും പ്രതിനിധികൾ പന്തലിലേക്ക് പ്രവേശിക്കുമ്പോൾ അവ തട്ടിമറിയാൻ സാധ്യതയുണ്ട്. വോളണ്ടിയേഴ്സ് അവ അവിടുന്ന് സ്ഥലം മാറ്റേണ്ടതാണ്. സമ്മേളന നഗരിയുടെ പടിഞ്ഞാറു ഭാഗത്ത് ഓഡിറ്റോറിയങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ പുരുഷ പ്രതിനിധികൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുരുഷന്മാർ മെയിൻ പന്തലിൽ നിന്ന് പടിഞ്ഞാറു ഭാഗത്തേക്ക് എത്രയും പെട്ടെന്ന് മാറിക്കൊടുക്കണമെന്ന് അറിയിക്കുന്നു.
ഐക്യവിലാസം ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് ശേഷം സമുദായ സൗഹൃദ സംഗമം നടക്കുന്നു. ആസാദ് ഓഡിറ്റോറിയത്തിൽ ക്യാമ്പസ് വിദ്യാർത്ഥികൾ ആണ് എത്തേണ്ടത്. ക്യാമ്പസ് സ്കാൻ ഫോർ ബോയ്സ്. ബൈത്തുൽ ഹിക്മയിൽ ഇസ്ലാമിക പഠനത്തിനുള്ള ഇസ്ലാമിക് ട്യൂട്ടോറിയൽ നടക്കുന്നു. വളണ്ടിയേഴ്സ് കൈപിടിച്ച് ബാരിക്കേഡ് ചെയ്യേണ്ടതാണ്. വനിതാ പ്രതിനിധികളുടെ ഭാഗത്ത് വളണ്ടിയേഴ്സ് കൈപിടിച്ച് ബാരിക്കേഡ് ചെയ്യേണ്ടതാണ്. വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശാനുസരണം മാത്രമേ വനിതാ പ്രതിനിധികൾ മെയിൻ പന്തലിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സാവകാശത്തിൽ സ്റ്റേജിലെത്തേണ്ടതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കുട്ടികൾ സ്റ്റേജിലുണ്ട്. രക്ഷിതാക്കൾ സാവകാശത്തിൽ ഇവിടെ എത്തി അവരെ സ്വീകരിക്കേണ്ടതാണ്. സാവകാശത്തിലായിരിക്കണം വനിതാ പ്രതിനിധികൾ പന്തലിലേക്ക് പ്രവേശിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ള മക്കൾ ലഗേജുകൾ നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. കർണാടകയുടെ പല ഭാഗങ്ങളിലായി താമസിക്കുന്ന പ്രസ്ഥാന സുഹൃത്തുക്കൾ കർണാടക കൗണ്ടർ 7 പേര് രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ പന്തലിന്റെ മെയിൻ സ്റ്റേജിന്റെ തൊട്ടടുത്ത ഭാഗത്തിലൂടെ സ്ത്രീകൾ മെയിൻ പന്തലിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. വനിതാ പ്രതിനിധികൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നിട്ടാണ് ഇരിക്കേണ്ടത്. നിങ്ങൾ മെയിൻ പന്തലിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തു തന്നെ ഇരുന്നാൽ പിറകിൽ വരുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകും. കിഴക്കു ഭാഗത്തു നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നതിനു ശേഷമായിരിക്കണം മെയിൻ പന്തലിൽ വനിതാ പ്രതിനിധികൾ ഇരിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും സ്വയം വളണ്ടിയർമാരായി സജ്ജീകരണത്തിനു വേണ്ടി ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കസേരയിൽ ഇരിക്കുന്ന വനിതാ പ്രതിനിധികൾ അവിടെ തന്നെ ഇരുന്നാൽ മതി. മുൻഭാഗത്ത് പന്തൽ പൂർണ്ണമാണ്. ഏറ്റവും പിറകുവശത്താണ് അല്പം സ്ഥലമുള്ളത്. വളണ്ടിയേഴ്സ്, സെക്യൂരിറ്റി വളണ്ടിയേഴ്സ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. MGM സംസ്ഥാന ഭാരവാഹികൾ, വനിതാ സമ്മേളനത്തിൽ സംബന്ധിക്കേണ്ട അധ്യക്ഷവേദിയിലെ അതിഥികൾ എന്നിവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ഡോക്ടർ ഖദീജ അബ്ദുസലാം, ഖദീജ PC, ഷെരീഫ ടീച്ചർ, ഫരീദ MT, ആയിഷ ഹസൻ, റഹ്മത്ത് വയനാട്, പി റസിയാബി ടീച്ചർ, ഉമ്മു ഹാനി കാസർകോട്, MGM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എത്രയും പെട്ടെന്ന് മെയിൻ സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യണം എന്നറിയിക്കുന്നു. പിറകിൽ മെയിൻ പന്തലിന്റെ പിറകുവശത്ത് സ്ത്രീകൾക്ക് സൗകര്യമുണ്ട്. വളണ്ടിയേഴ്സ്, വനിതാ പ്രതിനിധികളെ പന്തലിന്റെ പിറകുവശത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്.